ഗായ്സ്, പുതിയൊരു വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ട്രൈ ചെയ്താൽ പോകുന്നത് ഈ ഇന്ത്യൻ ബൈക്ക് ഗെയിമിൽ ഈ മാപ്പിൻ്റെ ഏറ്റവും ലാസ്റ്റാണ് നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബൊക്കെ ചെയ്തോളി. പ്രൈസ് നമ്മൾ ജെറ്റ് പാക്കിൽ കയറുകയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ജെറ്റ് പാക്കിൽ നമ്മൾ പോകണമെന്ന്. അല്ല, ജെറ്റ് പാക്ക് ഇട്ടൊരു സ്ഥലം വരെ പോകണം. സ്ഥലമല്ല, നമ്മുടെ ഈ മുകളിൽ തന്നെയാണ്. ഗൈസ്, നമ്മൾ ജെറ്റ് പാക്കറ്റ് നമ്മളെ വീടിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ അവിടെ ഒരു ഹെലികോപ്റ്ററും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഗൈസ്, നമ്മൾ സേഫ് ലാൻഡിങ് ആയാൽ മതിയായിരുന്നു. കറക്റ്റ് ഹെലികോപ്റ്ററിൻ്റെ അവിടെ പോയി വെക്കരുത്, കുറച്ചുകൊണ്ട് പോട്ടെ. ആ ഇവിടക്ക് ഓക്കെ. ഇനി ഇവിടേക്ക് ഇങ്ങനെ കയറും, ചാടി കയറേണ്ടി വരും. ആ ഓക്കെ. ഓ ഗൈസ്, നമ്മുടെ ഹെലികോപ്റ്റർ നമ്മുടെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ടാണ് ഗൈസ് നമ്മൾ ഹെലികോപ്റ്റർ സെറ്റാക്കിയിട്ടുള്ളത്. നമുക്ക് മുകളിലോട്ട് പോവാം. പിന്നെ ഈ വീഡിയോ ലോങ് വീഡിയോ ആണ്. നമ്മളെ ബീച്ചിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. ആദ്യം നമ്മളെ ബീച്ചിൻ്റെ അവിടേക്ക് നമ്മൾ പോകണം. നമ്മളെ ബീച്ച് ഇവിടെ അടുത്താണെന്ന് തോന്നുന്നു. നമുക്ക് പോയേക്കാം. ഗൈസ്, ഹെലികോപ്റ്റർ ആയതുകൊണ്ട് അത്ര ഫാസ്റ്റൊന്നുമില്ല, മെല്ലെ പോകുള്ളൂ. അതുകൊണ്ട് തന്നെ പറഞ്ഞത് ആദ്യം തന്നെ ലോങ് വെയിറ്റ് ചെയ്യണമെന്ന്. ഗൈസ്, നമ്മളെ ഗസ്റ്റ് ഹൗസ് നമുക്ക് താഴത്ത് കാണാൻ പറ്റുന്നുണ്ട്. നമുക്കതൊന്നുമല്ല വേണ്ടി. ആദ്യം നമുക്ക് ട്രെയിനുള്ള സ്ഥലത്ത് പോകണം. കഴിഞ്ഞ് ജുറാസിക് പാർക്ക് കഴിഞ്ഞാൽ ഡൈനോസർ ബീച്ചാണ്. ഗൈസ്, നമ്മൾ ട്രെയിൻ റെയിൽവേ സ്റ്റേഷൻ അതാണ്. ഗൈസ്, നമ്മൾ പോയിക്കൊണ്ട് നമ്മുടെ ജുറാസിക് പാർക്ക് നമുക്ക് കാണാം. ഇവിടെ നിന്ന് ഹൈ എന്നാണ് നോക്കണമെന്ന് തോന്നുന്നത്, കാരണം നെറ്റൊന്നും കാണാനില്ല. ഗൈസ്, നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് ജുറാസിക് പാർക്കിൻ്റെ മുകളിൽ കൂടി പോകാം. ഗൈസ്, നമ്മൾ വ്യൂ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഹൈവ എജ്ജാതി രസം. ഗൈസ്, നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് കുറേ ഉണ്ട് ഡൈനോസർ പാർക്ക്, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പോകുന്നത്. ഗൈസ്, നമ്മൾ ഹെലികോപ്റ്ററിൻ്റെ മാക്സിമം പവർ വെച്ചിട്ടാൽ നമുക്ക് കുറച്ചും കൂടി പൊന്തിക്കാം. ഇനി പൊന്തിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് മെല്ലെ മെല്ലെ പോകണുള്ളൂ സാധനം. കുറച്ച് നേരം ഒന്നുകൂടെ സ്റ്റക്കായി. കുറേ നേരം കൊണ്ട് പോവാണ്. ഗൈസ്, ഇതൊന്നും എത്തൂല തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാനൊരു എയർപോർട്ടിലേക്ക് പോവാണ്. അവിടെ നിന്ന് ഒരു പ്ലെയിൻ എടുക്കും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് സ്റ്റോപ്പ് ചെയ്യാം. ഹെലികോപ്റ്ററിന് അത്ര സ്പീഡില്ലാത്തതുകൊണ്ട് നമ്മൾ എയർപോർട്ടിൽ പോയി പ്ലെയിൻ എടുക്കുകയാണ്. അങ്ങനെ ഗൈസ്, നമ്മൾ കുറേ നേരം കഴിഞ്ഞിട്ട് എയർപോർട്ടിൽ വീണ്ടും എത്തിയിട്ടുണ്ട്. ഗൈസ്, നമ്മൾ ഇപ്രാവശ്യം ഈ പ്ലെയിൻ എടുത്തിട്ട് പോയത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പ്ലെയിനെ ഓടിക്കാൻ നിന്നപ്പോൾ ആ പ്ലെയിൻ ക്രാഷായി പൊട്ടി തെറിച്ചു. ഇപ്രാവശ്യം എന്താവുമെന്ന് അറിയില്ല. ഗൈസ്, ഈ പ്ലെയിന് ഭയങ്കര സ്പീഡുണ്ട് തോന്നുന്നത്. ഇവിടെ തന്നെ ഭയങ്കര സ്പീഡിലാണ് പോണത്. ഗൈസ്, നമ്മൾ പ്ലെയിൻ പോകുന്നത് ഇപ്പം ഒന്നും എൻ്റെ കൺട്രോളിലല്ല, ആക്സിലേറ്റർ മാത്രമേ കൺട്രോളുള്ളൂ. ഇപ്പം എൻ്റെ കൺട്രോളിലാണ് ഗൈസ്. നമ്മുടെ ജുറാസിക് പാർക്ക് അതിൻ്റെ അടിയിലാണ്. നമ്മൾ നേരെ ഡൈനോസർ ബീച്ച് പോവാണ്. ഇത് നല്ല ഹൈ പോകുന്നുണ്ട് കേട്ടോ. അടിയിലെ ഡൈനോസറൊക്കെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓ ഗായ്സ്, ഇതാണ് എർത്തിൻ്റെ ലാസ്റ്റ്. അല്ലല്ല, അതിൻ്റെ അപ്പുറത്തൊക്കെ ഇനി ബീച്ചല്ലേ. ഓ ഗായ്സ്, ഇതാണ് തോന്നുന്നത് എർത്തിൻ്റെ ലാസ്റ്റ്. അറിയില്ല. നമുക്കൊന്ന് ലാൻഡാക്കി നിർത്തി നോക്കണം. ഗൈസ്, നമുക്കൊന്ന് ലാൻഡാക്കാം. വേണ്ട ഗൈസ്, തന്നെ എർത്തിൻ്റെ ലാസ്റ്റ്. നമുക്ക് എർത്തിൻ്റെ ലാസ്റ്റ് ഒന്നും കാണാൻ പറ്റില്ല. ഓ, നമ്മൾ കുറേ ദൂരം വന്നില്ലേ. ഇപ്പം നമ്മൾ ബീച്ച് സൈഡിലുള്ളത്. നമുക്ക് കാണാൻ പറ്റും വെള്ളമൊക്കെ. നമ്മൾ മിനിമം ആക്സിലേറ്റർ കൂട്ടിയിട്ടാണ് പോകുന്നത്. ഗായ്സ്, മോനെ, അപ്പം ഇതാണ് എർത്തിൻ്റെ ലാസ്റ്റ്. ഒന്നും തന്നെ കാണാനില്ല. അത്രേ ഉള്ളൂ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.